രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അയോധ്യ. അയോധ്യയിൽ ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുകയാണ്. ഇന്നലെ 5 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പെഹൽഗാമിന് ശേഷം നാം വലിയ രീതിയിൽ ജാഗ്രത പുലർത്തി പോകുമ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? അതൊരു ചോദ്യം തന്നെയാണ്. യെരുശലേം ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ മക്ക മുസ്ലിം സമുദായത്തിന് എങ്ങനെയാണോ അതുപോലെയും സുവർണക്ഷേത്രം സിഖുകാർക്ക് എങ്ങനെയാണോ അതുപോലെ, അഥവാ ബോധ്ഗയ ബുദ്ധമതക്കാർക്ക് എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു സ്ഥലം തന്നെയാണിപ്പോൾ അയോധ്യ. നിസ്തർക്കമാണ്. പക്ഷേ അയോധ്യയോട് ചേർന്നുള്ള പ്രദേശത്ത് നടന്ന ഒരു സ്ഫോടനമാണിത്. നമ്മളിത് പറയുമ്പോൾ അയോധ്യ ക്ഷേത്രത്തിനടുത്തല്ല ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. അത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ ആ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം യാതൊരു വിധമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളും റെക്കൺ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അറിയുന്ന രീതിയിലൊരു വാർത്തയായിട്ട് വന്നിട്ടില്ല. കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ സദാ സജീവമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ ഉത്തർപ്രദേശ് പോലീസ് അവിടെ അവരുടെ പ്രൊഫഷണൽ സ്കിൽസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ നടന്നിരിക്കുന്നത് അയോധ്യ ജില്ലയിൽപ്പെട്ട പുരാ കലന്തർ പോലീസ് സ്റ്റേഷനിലാണ്. ഒരു ഗ്രാമമാണത്. അയോധ്യ പോലെ ഒരു നഗരമായി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രദേശത്താണ് ഇത് നടന്നത്. ആ പ്രദേശത്തെ ഒരു വീട്ടിൽ നടന്ന സ്ഫോടനമാണ്. അതായത് പൊതുസ്ഥലത്ത് നടന്ന സ്ഫോടനമേ അല്ല. 2 കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പറയുന്നത്. അവിടുത്തെ പോലീസിൻ്റെ ചുമതലയുള്ള ആൾ സർക്കിൾ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശൈലേന്ദ്ര സിംഗ് എന്നാണ്. ശൈലേന്ദ്ര സിംഗ് പറയുന്നത് ഇതിനെപ്പറ്റി യാതൊരു വിധമായിട്ടുള്ള തുമ്പും കിട്ടിയിട്ടില്ലെന്നാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കാര്യങ്ങളിലൊക്കെ സദാ വളരെ അലർട്ടായിട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നില്ല, അതിനെ കുറച്ച് കാണിക്കുകയല്ലേ, ഇതൊരു നിസ്സാര സംഭവം, എന്തോ ചെറിയ ആക്സിഡൻ്റ് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ അതിനെ എഴുതിത്തള്ളാറുള്ളത്. അദ്ദേഹം അതിനെ എഴുതിത്തള്ളുന്നില്ല, ഇത് വളരെ ഗൗരവമായി തന്നെ കാണും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാലത്ത് ഇത്തരം സ്ഫോടനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഗൗരവകരമായി കാണാത്തൊരു സർക്കാർ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയാണ്. അതെ, അവരെ ചവിട്ടിപ്പുറത്താക്കി പുതിയ സർക്കാരിനെ കൊണ്ടുവരുമ്പോൾ അവർ ഗൗരവം കാണിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും. തീർച്ചയായിട്ടും ആ ഗൗരവം അവരെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇതൊരു സെക്യൂരിറ്റി ഏരിയ അല്ല. അവിടെ ഉണ്ടായതാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ വീഴ്ച, ഇൻ്റലിജൻസ് പാളിച്ച എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റലിജൻസ് പാളിച്ച ഉണ്ടെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇന്ത്യയിൽ തന്നെ അവരെ സഹായിക്കാനിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നേ. പഹൽഗാം ആക്രമണത്തിന് അങ്ങനെ സഹായിച്ചില്ലേ? നേരത്തെ പാകിസ്ഥാൻ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയപ്പോൾ കാർഗിലിൽ അവിടെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ കുറേ പേര് സഹായിക്കാൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അടിയൻ ലച്ചിപ്പം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഇരിപ്പുണ്ട്, ഒളിച്ചിരിപ്പുണ്ട്, മറഞ്ഞിരിപ്പുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? പണമാണോ? അവരുടെ ലക്ഷ്യം പണമല്ല, മതമാണ്. മതമാണ് പ്രശ്നം. ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ്. മറ്റൊന്നും പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, മതമാണ് പ്രശ്നം. KM ഷാജി അത് പറഞ്ഞതേ ഉള്ളൂ. അയാളൊരു വർഗീയവാദിയോ തീവ്രവാദിയോ ഒന്നും ആകാനുള്ള ഒരു യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത വ്യക്തിയാണ്. വോട്ട് കിട്ടാം, പാവം, വോട്ട് കിട്ടാൻ വേണ്ടി സത്യം, മനസ്സിലുള്ള സത്യം വിളിച്ചു പറഞ്ഞതാണ്. പുറത്തു വന്നതാണെന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വോട്ട് കിട്ടാൻ വേണ്ടി, അദ്ദേഹം ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. കാരണം അത് പറഞ്ഞെങ്കിലേ അവിടെ ജയിക്കാൻ പറ്റൂ. അതല്ലേ ഹിന്ദുക്കളെ കുറച്ച് ഉച്ചത്തിൽ ചീത്ത വിളിച്ചാലേ മലപ്പുറത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നേ. അതാണ് ഇവിടുത്തെ ഇക്കോസിസ്റ്റം. പത്രങ്ങൾക്ക് പലസ്തീനെക്കുറിച്ച്, പലസ്തീൻകാരെക്കുറിച്ച് പുകഴ്ത്തിയും ഇസ്രായേലുകാരെക്കുറിച്ച് ഇടിച്ചു നിരത്തിയും പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ സർക്കുലേഷൻ കിട്ടൂ. ചാനലുകളിൽ ഹിന്ദുക്കളെ 10 തെറി പറയാതെ അവിടെ സർക്കുലേഷനിലോട്ട് വരാൻ പറ്റില്ല. അവിടെ ഫുട് പ്രിൻ്റ് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം നിലനിൽക്കുക അവരുടെ ഈ പരിതോവസ്ഥ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ദുരവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കള്ളത്തിൻ്റെ കച്ചവടം എന്ന് പറയുന്നത്. തെറ്റായ വാർത്തകളുടെ വ്യാപാരം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ വ്യാപാരത്തിൽ കൂടി പണം കിട്ടുന്നതിനെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ ഈ വാർത്ത കൊടുക്കുന്നവരെ. മറിച്ച് അത് ഉണ്ടാക്കുന്ന അഭിപ്രായ സ്വരൂപീകരണം അതുമൂലം രാജ്യത്തിനുണ്ടാവുന്ന കുഴപ്പങ്ങൾ, അതേപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല.
അവിടെയാണ് ഈ പ്രശ്നം. കെ പി കേശവമേനോൻ മാതൃഭൂമിയുടെ തലപ്പത്തിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവർക്ക് പണം 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 പണമാണ് പ്രശ്നം. അവിടെയാണ് ഒരു വശത്ത് മതമാണ് പ്രശ്നം, മറുവശത്ത് പണമാണ് 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 പ്രശ്നം. അതാണ് കാര്യം. അപ്പോൾ ഇതിന് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഉത്തർപ്രദേശിൽ ആ ഒരു സ്ഥിതിയൊന്നുമില്ല. അവിടെ എന്തായാലും ഇപ്പോൾ ഉത്തർപ്രദേശ് ഇത്തരം വീഴ്ചകളിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു ഇമേജ് തകർക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇമേജ് തകർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ സനാതന ധർമ്മത്തിന് വേണ്ടിയാണ് താൻ ഈ ചെരുപ്പെറിയാൻ തുടങ്ങിയതെന്നൊരു വക്കീൽ വിചാരിച്ച് ഒരുപക്ഷെ സനാതന ധർമ്മത്തെ തകർക്കാൻ വേണ്ടി ആയിരിക്കാം. അതന്നെ ഒരു സനാതന ധർമ്മത്തെ തകർക്കാൻ വേണ്ടിയുള്ള ചിലപ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമായിരിക്കാം അത്. നമ്മളത് അതെല്ലാം കരുതിയിരിക്കണം. അത്ര ഒരു വലിയ ഒരു അരാജകത്വത്തിലാണ് ഇപ്പോൾ ഹിന്ദുമതം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. വളരെ പരിതാപകരമാണ് അതിൻ്റെ അവസ്ഥ. പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവിടെ നിന്നും ഈ സിദ്ധാന്തം കൊണ്ടും അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ കൊണ്ടും അതുപോലെ തന്നെ നേരിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടും നശിപ്പിക്കാൻ വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു, നമ്മുടെ രാജ്യത്തിന് അകത്ത് നിന്നാണ് വലിയ രീതിയിൽ ഇത്തരക്കാർക്ക് പിന്തുണ ലഭിക്കുന്നത്. അത് നമുക്ക് ഇടക്കാലത്ത് അവസാനിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നതല്ലല്ലോ. അതൊരു മനോനിലയല്ലേ. ആ മനോനിലയെ മാറ്റണമെങ്കിൽ അന്ധവിശ്വാസം ഇല്ലാതാകണം. അതാണല്ലോ കേരള ഗവൺമെൻറ് അന്ധവിശ്വാസത്തിനെതിരായിട്ട് ബില്ല് കൊണ്ടുവരുന്നത്. മദ്രസകളിൽ പഠിപ്പിക്കുന്ന ആ പ്രഹസനമുണ്ടല്ലോ, നിങ്ങളുടെ മതം മാത്രമാണ് സത്യം, മറ്റൊരു മതവും സത്യമല്ല, ബാക്കിയെല്ലാം അസത്യം. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഏറ്റവും വലിയ അസത്യവും ദൈവനിന്ദയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള മതങ്ങൾ ആചരിക്കുന്നവരെ കൊന്നേക്കണം. ഇത് ഇരുണ്ട കാലഘട്ടത്തിലൊക്കെ നിന്ന അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസം പരന്നതാണ്. ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആ മനോനില അങ്ങനെ തന്നെ വരികയാണ്. കുട്ടിക്കാലം അതെ, അതൊരു ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അത് മനസ്സിലങ്ങ് കിടക്കുകയാണ്. പിന്നെ വരുന്നോ ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനോ മറ്റൊന്നും അവിടെ ഏൽക്കുകയില്ല. അങ്ങനെയാണ് കോപ്പർനിക്കസിൻ്റെ തിയറിയോ ഗലീലിയോയുടെ തിയറിയോ ഒന്നും അവിടെ ഏൽക്കില്ല. ആ തിയറികളൊക്കെ അങ്ങ് വെള്ളത്തിൽ ലയിച്ച കായം പോലെ അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. വെള്ളത്തിൽ ലയിച്ച കായം കലക്കിയെന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കത്തുള്ളൂ. ബാക്കി വിദ്യാഭ്യാസമൊക്കെ കടലിൻ്റെ അഗാധതയിലുള്ളത് ഈ വിശ്വാസങ്ങളാണ്. അഗാധ ഗർത്തങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വിശ്വാസങ്ങളാണ്. കടലിനെ കൂടി മലിനമാക്കുന്ന തരത്തിലുള്ള ഈ വിശ്വാസങ്ങളാണ്. ആ മനോനിലയാണ് ലോകമാകെ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിജീവിയും തയ്യാറാകുന്നുമില്ല. എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്താ? തീവ്രവാദം ആരോപിക്കപ്പെടുന്നു എന്നാണ്. അത് ഇസ്ലാമോ ഫോബിയയാണെന്നാണ് പറയുന്നത്. ഒരു മതത്തോടും ഫോബിയ ഉണ്ടായിട്ടല്ല. ഇതിൻ്റെ കാരണക്കാരിൽ ഭൂരിപക്ഷം എല്ലാം മുസ്ലിം തീവ്രവാദമാണെന്ന് പറയുന്നില്ല. ഭൂരിപക്ഷവും ഇങ്ങനെ തന്നെയാണ്. ഈ രാജ്യങ്ങളിലെല്ലാം, അവർ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം ആ കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മതകലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മതങ്ങളിലെ വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള അതിന്റെ സമീപ സംസ്ഥാനങ്ങളിൽ മുഴുവൻ കുറച്ചു നാൾ മുൻപ് വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ അടിച്ചമർത്താൻ, അമർച്ച ചെയ്യാൻ നിലവിലെ സർക്കാരുകൾക്ക് കഴിഞ്ഞു. അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരിക എന്നത് ചിലരുടെ ലക്ഷ്യമാണല്ലോ. അങ്ങനെ കൊണ്ടുവന്നാലല്ലേ ഈ സർക്കാരിന് കഴിവില്ല. കണ്ടില്ലേ, ഇവർ ഇരിക്കുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ കലാപം നടക്കുകയാണ്, വർഗീയ കലാപം നടക്കുകയാണ്, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവരാനും ചിലർക്ക് ആഗ്രഹം കാണുമല്ലോ. അത് യോഗിയുടെ അടുത്ത് നടക്കില്ല. അതിപ്പോൾ 2 ദിവസത്തിനകം അദ്ദേഹം അതിന്റെ സത്യം കണ്ടുപിടിക്കും, ആൾക്കാരെ ശിക്ഷിക്കുകയും ചെയ്യും. അദ്ദേഹം തന്നെ അതിന് മുൻകൈ ബുൾഡോസർ നമ്മളെ MA ബേബി അടക്കമുള്ളവർ വിമർശനം അല്ല, ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ പടയായിട്ട് അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം തൻ്റെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. രാജധർമ്മത്തിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ അങ്ങനൊന്നും പേടിക്കുകയില്ല. ഇവരെ ഒന്നും കണ്ടു വിരളുകയോ ചാഞ്ചല്യം ഉണ്ടാകുകയോ ചെയ്യുന്ന നിലയിലുള്ള ഒരാളല്ല. ഭീകരവാദത്തെ നേരിടാൻ ഏറ്റവും പറ്റിയ ഒരാൾ തന്നെയാണ് യോഗി ആദിത്യനാഥ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഒക്ടോബർ 30 ദീപാവലി വരികയാണ്. അപ്പോൾ ദീപാവലി 2 കാര്യങ്ങളുണ്ട്. ദീപാവലിക്ക് മുന്നോടിയായിട്ട് വടക്കേ ഇന്ത്യയിലെങ്ങും വലിയ ആഘോഷങ്ങൾ, പടക്കങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫയർ വർക്ക്സ് എന്ന് പറയും അവിടെ. ആ ഫയർ വർക്ക്സ് ധാരാളമായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ നിർമ്മാണവും പല വീടുകളിലും നടക്കും. അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും വീട്ടിൽ വെടിമരുന്ന് കൊണ്ട് വെച്ചിട്ടുണ്ടായ സ്ഫോടനമാണോ എന്നറിയണം. അല്ല, അതുകൂടാതെ ദീപാവലി മാർക്കറ്റുകളിലൊക്കെ പണ്ട് അങ്ങനെ സംഭവിച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ദീപാവലി മാർക്കറ്റുകളിലൊക്കെ
ഈ ഫയർ വർക്സിന് പകരം ഇതുണ്ടല്ലോ, പടക്കങ്ങൾക്ക് പകരം ബോംബുകൾ പൊട്ടിയിരുന്നു. അങ്ങനെ ഒരുപാട് പേര് മരിച്ചിരുന്നു. നമ്മുടെ വിധിയെന്ന് കരുതി സമാധാനിച്ചാണ് ഗവൺമെൻറ് പറഞ്ഞത്. അതുപോലെയുള്ള വല്ലതിൻ്റെ നിർമ്മിതിയാണോ എന്നുള്ള കാര്യം കൂടി അറിയണം. ഇനി അതുകൂടാതെ അയോധ്യയിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം ജനിപ്പിക്കുക, ഇപ്പോൾ സമാധാനമാണ്, ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയുള്ള, തീവ്രവാദ പിന്തുണയോടുകൂടിയുള്ള ആ പഹൽഗാമിലെ പോലെ ആസൂത്രിത ശ്രമമാണോ എന്നും അറിയണം. നമ്മൾ ഈ ചെറിയ ചെറിയ മുറിവ്, പെഹൽഗാം മാത്രമല്ല, ഇടക്കാലത്ത് നാം ലഡാക്ക് കണ്ടല്ലോ. ലഡാക്കിലെ കലാപത്തിലുണ്ടായ മരണം അത് ഒരു ഫോറിൻ സ്പോൺസേഡ് ആയിരിക്കാം, പക്ഷേ അത് നാട്ടുകാർ തന്നെ ചെയ്ത ഒരു അബദ്ധവും മണ്ടത്തരവുമാണ്. ഒരു നേതാവിന് കഴിവില്ലാതെ വന്നാലുണ്ടാവുന്ന കാര്യമാണ് അവിടെ നടന്നത്. ഒരാൾ വലിയ വിപ്ലവകാരിയും വിദ്യാഭ്യാസമുള്ളവനും ആയിരിക്കാം, ബുദ്ധിജീവി ആയതുകൊണ്ടൊരു ഒരു നേതാവാകാൻ പറ്റില്ല. ആ ഒരു കാര്യമാണ് ആ ലഡാക്കിലെ ലേയിലെ കലാപം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.